വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. 2026 കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നിർഭാഗ്യവശാൽ പിണറായി വിജയൻ തന്നെ വീണ്ടും വരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് കോൺഗ്രസും ബി ജെ പിയും ഒരു സൈഡിൽ ഒരു ദീർഘനിശ്വാസം വിടുന്നുണ്ട്. അപ്പോ പിണറായി വിജയൻ തന്നെ വീണ്ടും വരാനുള്ള സാധ്യതയാണോ ഉള്ളത്? പക്ഷെ നമ്മുടെ കോൺഗ്രസ് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ശശി തരൂർ മുഖ്യമന്ത്രിയാകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയാകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇപ്പൊ തന്നെ കോൺഗ്രസിനുണ്ട്. ഇതിൽ ആറാമതൊരാൾ മുരളീധരനാണ്. അപ്പൊ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിന്റെ ഇടയിൽ കിടന്ന് പിടിച്ചു വലിക്കാനൊന്നുമില്ല, എനിക്ക് വയ്യ എന്ന് മുരളീധരൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് നിങ്ങൾ കാണണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കൊണ്ടൊരു ശല്യവും ഉണ്ടാവില്ല എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്. എക്സാക്ട് വാക്ക് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ബി ജെ പി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കസേരയും ഒരു ഓഫീസും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസും പണിതിട്ടിട്ട് ഇപ്പോ കൊല്ലം കുറയായി. ഇതുവരെ ഒരു മുഖ്യമന്ത്രി വന്നിട്ടില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ പറയുന്നത് ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പവർ കാണിക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയേണ്ടത്, ഇപ്പൊ നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ. അപ്പൊ അതില് നല്ലൊരു പ്രവർത്തനം പുള്ളി കാണിച്ചത് ബി ജെ പിയുടെ സി ക്ലാസ് മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നുള്ളത് ബി ജെ പി തീരുമാനിക്കും. ഇനിയിപ്പോ മത്സരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്തിനാണ് വെറുതെ പോയി മത്സരിച്ച് പൈസ കളയുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഇത്രയും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ എന്ത് ചെലവാണ്, ഇത്രയും കാശ് വെറുതെ കളഞ്ഞ് ഇത്രയും അവിടെ ജയിക്കുമെന്നും ഉറപ്പില്ല. സി ക്ലാസ് മണ്ഡലമാണ്. അതുകൊണ്ട് അവിടുത്തെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റിനോട് നിലമ്പൂർ മണ്ഡലത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് എനിക്ക് 3 ദിവസത്തിനകം കിട്ടണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക അവിടെ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം. അതൊരു നല്ലൊരു തീരുമാനമാണ്. അപ്പൊ ഈ ബി ജെ പിക്ക് 2026 തിരഞ്ഞെടുപ്പ് അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും ഇത്രയധികം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് പല നിരീക്ഷകരും പറയുന്നത്. കാരണം അപ്പുറത്തെ സൈഡിൽ ആളില്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ എന്താണോ അവസ്ഥ അതുപോലെയാണ് ഇപ്പുറത്തെ അവസ്ഥ. കേന്ദ്രത്തിൽ മോദി മാത്രമാണ്, കേരളത്തിൽ പിണറായി മാത്രമാണെന്നുള്ളൊരു അവസ്ഥയാണ്. എന്ത് തോന്നുന്നു, 2026 എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതെ പിണറായി തന്നെ വരുമോ? അല്ലെങ്കിൽ ഇവര് രണ്ടുപേരെയും അട്ടിമറിച്ചുകൊണ്ട് ഒരു തൂക്കു മന്ത്രിസഭ കൊണ്ടുവരാനുള്ള കെൽപ്പ് ബി ജെ പിക്കുണ്ടോ? അല്ല, ധനുഷ് പറഞ്ഞു തന്നെയാണ് ഇതിന്റെ കാരണം. പിണറായി വിജയനെ സംബന്ധിച്ച് എതിരാളികളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ അത് മുതലെടുക്കാനുള്ള കപ്പാസിറ്റി കോൺഗ്രസിന് ഇല്ല എന്നാണ്. കാരണം അവരിപ്പോൾ തന്നെ ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ബദൽ കോൺഗ്രസ് ഒന്നായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് വളരെ ദുർബലമാണ് കേരളത്തിൽ. ലീഗ് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം അവരുടെ അത്രയും ശുഷ്കമായ സീറ്റുകൾ മാത്രമാണ്. അത് വെച്ചുകൊണ്ട് ലീഗിനോട് പോലും അവർക്ക് കർശനമായിട്ടൊരു നിലപാട് പറയാനോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തിക്കാനോ ഒന്നും കഴിയില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ വഖഫ് വിഷയത്തിൽ ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാര് ഈ സഭയ്ക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ പോലുമുള്ള ഒരു ആംബിയർ അവർക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മുന്നണിയിൽ കോൺഗ്രസ് ഒന്നും അല്ലാതായി പോകുന്നു. അവിടെ 2ാം സ്ഥാനക്കാരനായിരുന്ന ലീഗിന് വലിയ അപ്രമാദത്തെ ആ മുന്നണി വന്നു കഴിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അത് സംഭവിച്ചത്? ഇത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം കോൺഗ്രസ് എല്ലാ കാലവും കരുത്തരായി നിന്നിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവർ ദുർബലമായതാണ് നമ്മൾ ഈ വഖഫ് ബോർഡിൽ കണ്ട ഒരു കാര്യം. അതിന് കുറച്ചുകൂടെ ആക്കം കൂട്ടിയതായിരുന്നു സഭ. ഒരു മുന്നറിയിപ്പൊക്കെ ഇവർക്ക് കൊടുത്തിരുന്നു, നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിന് സത്യത്തിൽ ഒരു പ്രതികരണം, പ്രത്യേകിച്ച് സഭയുടെയൊക്കെ വോട്ട് വാങ്ങി ജയിച്ച ഒരുപാട് MLA മാരും സഭയുടെയൊക്കെ കാരുണ്യത്താൽ വളരുന്ന ഒരുപാട് നേതാക്കന്മാരും ഉള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പൊ പക്ഷെ അവരിൽ നിന്ന് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം ആ മുന്നണിയിലെ പ്രബല കക്ഷിയായ ലീഗിനെ പിണക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പം എതിരാളികൾ അത്ര ശക്തരല്ല എന്നൊരു തോന്നല് ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഈ നിലമ്പൂർ സീറ്റ് അവിടെ ആര് മത്സരിക്കണമെന്നതിനെ ചൊല്ലി തന്നെ അവർക്കിടയിൽ വലിയ തർക്കം നിലനിൽക്കുന്നു. ജോയി മത്സരിക്കണോ അതോ ആര്യാടൻ ഷൗക്കത്ത് വേണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു വഴിക്ക് അവിടെ നടക്കുന്നുണ്ട്.
അപ്പോ സ്വാഭാവികമായും ഈ പഴയതുപോലെ CPM വലിയ മെജോറിറ്റിയിലൊന്നും അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഒരു പക്ഷേ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തൂക്കുസഭ പോലെ അല്ലെങ്കിൽ തൂക്കുസഭ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, കാരണം BJP കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു ശക്തി തെളിയിക്കാൻ കഴിഞ്ഞാൽ, ഒരു 5 or 6 സീറ്റൊക്കെ അവർക്കൂടെ നേടാൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് ആയിട്ട് LDF-ഉം UDF-ഉം നിൽക്കുകയാണ് എങ്കിൽ അവിടെ ഈ UDF-ൽ നിന്ന് ചില ഘടകകക്ഷികൾ LDF-ലേക്ക് ചാടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. കാരണം ഇനി അവർക്ക് അധികാരമില്ലാതെ പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 10 കൊല്ലം തുടർച്ചയായിട്ട് അധികാരമില്ലാതെ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ. മുൻപ് അവർക്ക് സംസ്ഥാനത്ത് അധികാരത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും അപ്പോഴൊക്കെ കേന്ദ്രത്തിൽ അവർക്ക് അധികാരമുണ്ടായിരുന്നു. ഇന്നിപ്പോ കേന്ദ്രവും ഇല്ല, കേരളവും ഇല്ലാതെ അധികം നാൾ ഈ ലീഗിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലീഗ് ഇടതുപക്ഷത്തേക്ക് പൊയ്ക്കൂടാ എന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ പാളയത്തിലുള്ള CPI-യുടെ പ്രതികരണം എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ CPI ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമെന്നല്ലാതെ അതിനകത്ത് അപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി BJP-യുടെ കാര്യത്തിലേക്ക് വന്നാൽ, BJP-യുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം 21,000 സംതിങ് സീറ്റുകളാണ് പഞ്ചായത്ത് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലൊക്കെ കൂടെ ഉള്ളത്. അതിൽ 10,000 സീറ്റ് ജയിക്കണം എന്നാണ്. 10,000 സീറ്റ് എന്ന് പറഞ്ഞാൽ 50% ജയിക്കണമെന്നാണ് പറയുന്നത്. 50% ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നല്ല ഒരു സീറ്റ് നിലയിലേക്ക്. പിന്നെ നമുക്ക് അറിയാം, ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 7 പഞ്ചായത്തുകളാണ്. അപ്പൊ ആ 7 പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് ഒരു 3 ഇല്ല 4 സീറ്റ് വെച്ച് BJP നേടുക ആണ് എങ്കിൽ സ്വാഭാവികമായി തന്നെ ചില മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് കരുത്ത് തെളിയിക്കാൻ കഴിയും. അതാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നതിന്റെ ഒരു കാര്യം. അതായത് 10,000 സീറ്റ് BJP ജയിക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. നിലവിൽ അവർക്ക് 1,600 സീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിൽ കൂടെ. അത് പക്ഷേ 85ഓളം പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ട്. അവരും ഈ അവരുടെ സഖ്യകക്ഷി ബിജു എന്താ സോറി വെള്ളാപ്പള്ളിയുടെ പാർട്ടി BDJS. അപ്പൊ BDJS. BDJS എല്ലാം കൂടെ BDJS കൂടെ ചേർന്നിട്ട് അവർ ഭരിക്കുന്നുണ്ട്. അപ്പൊ 85, ഇപ്പൊ എത്ര പഞ്ചായത്ത് കയ്യിലുണ്ടെന്ന് അറിയത്തില്ല. റിസൾട്ട് വന്നപ്പോൾ 85 പഞ്ചായത്ത് ഉണ്ടായിരുന്നു. കാരണം ഈ പഞ്ചായത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിയും മറിഞ്ഞും ഭരണം പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് എത്ര ഉണ്ടെന്ന് കയ്യിൽ അറിയില്ല. പക്ഷെ 85ഉം 1,600 സംതിങ് 1,700 സീറ്റ് കൂട്ടിക്കും അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് ഒറ്റയടിക്ക് 10,000 ആക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസംഭവ്യമായ കാര്യം. പിന്നെ രണ്ടാമത്തേത്, ഒരു വലിയ ടെസ്റ്റ് ഡോസ് ആണ് ഇപ്പൊ നടക്കുന്നത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ക്രിസ്ത്യൻ മേഖലകൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശ്ശൂര് തുടങ്ങിയ മേഖലകളിൽ, ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള മേഖലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേട്ടം കൊയ്യുമോ ഇല്ലയോ എന്നാണ് അടുത്ത നോക്കേണ്ടത്. അപ്പൊ കേരളത്തിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു 3,000 സീറ്റിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് കുറച്ചുകൂടെ നിറം പകരുന്ന കാര്യമായിരിക്കും. അത്രയും എത്താനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ BJP സംബന്ധിച്ച് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 4-5 സീറ്റ് അത്രമാത്രമാണ് അവർ മാക്സിമം പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ. അത് അവരുടെ കഴിഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 11 സീറ്റിൽ അവർക്ക് മേൽക്കൈയുണ്ട്. 1-ാം സ്ഥാനത്താണ് 11 നിയമസഭാ മണ്ഡലം. അതിൽ ആലപ്പുഴ അടക്കം ഉള്ളിടത്ത് അവർക്ക് 1-ാം സ്ഥാനം ഉള്ള മണ്ഡലങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. എങ്കിൽ അതൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 5-6 എന്നുള്ളത് ഒരുപക്ഷെ 10-11 ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ വലിയ ജനവിരുദ്ധമായിട്ടുള്ള, അത് മാത്രവുമല്ല പഴയതുപോലെ BJP ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊരു ചിന്താഗതി ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. മുമ്പ് ആൾക്കാർ കരുതുന്ന BJP-ക്കാർ ജയിച്ചു പോയിട്ട് എന്ത് നമുക്കുള്ളതൊന്നും കിട്ടത്തില്ല. പക്ഷെ ഇപ്പോഴങ്ങനല്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് MLA ജയിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടാനുള്ളതൊക്കെ ഈ ജനപ്രതിനിധി വഴി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. കുറെ കാലതാമസം വന്നാലും കിട്ടും. കേന്ദ്ര പദ്ധതികളുണ്ട് BJPക്ക് ഇപ്പൊ പറയാനുണ്ട്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പാക്കും, ഇല്ല വരും എന്നൊക്കെ അതിൽ പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഈ റോഡുകളായാലും അല്ലെങ്കിൽ മറ്റ് പദ്ധതികളായാലും കുടിവെള്ള പദ്ധതികളായാലോ അല്ലെങ്കിൽ പാർപ്പിട പദ്ധതികളായാലോ ഒക്കെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർക്ക് പറയാൻ കഴിയും. അപ്പൊ അതിനകത്ത് ജനങ്ങൾക്ക് ഒരു വിശ്വാസത കഴിയും. അവിടെയാണ് BJPക്ക് കുറെ സീറ്റുകൾ കിട്ടും എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ 11 മണ്ഡലങ്ങളിൽ അവരുടെ കരുത്തരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ അവർക്ക് ജയിച്ചു കയറാൻ കഴിയും. നിലമ്പൂർ എന്തായാലും BJP മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വെറുതെ എനർജി കളയാം അല്ലെങ്കിൽ കുറെ പണം കളയാം എന്നല്ലാതെ അവിടെ BJPക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് മാത്രമല്ല, ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷവും കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ അവരുടെ വർക്ക് നടത്തുന്ന ഒരിടമായി ഓരോ വോട്ടും നിർണായകം. അവിടെ സാധാരണ BJPക്ക് വോട്ട് കുറയാണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ട് കുറയുന്ന ചരിത്രം. എല്ലാ ഉപതെരഞ്ഞെടുപ്പും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ അരുവിക്കരയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഓരോ രാജഗോപാലൊക്കെ വലിയ രീതിയിൽ വോട്ട് കൂടുതൽ വാങ്ങിയിരുന്നു. അപ്പൊ അത് ഇതൊന്നും വ്യത്യാസമുണ്ട്. അത് പക്ഷെ രാജഗോപാൽ ആയിരുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിൽ തന്നെ രാജഗോപാൽ അല്ലല്ലോ മത്സരിക്കുന്നത്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അത് പിന്നെ തിരുവനന്തപുരവും കൂടെ ആയിരുന്നു എന്നുള്ള മറ്റൊരു വ്യത്യാസം കൂടെ ഉണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചായാലും ഒരു മെച്ചമുള്ള കാര്യമാണ്. പിന്നെ BJP സംബന്ധിച്ച് അവർ മത്സരിച്ച് വോട്ടിന്റെ ശതമാനം അല്ലെങ്കിൽ വോട്ടിന്റെ എണ്ണം കുറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് ക്ഷീണമായിരിക്കും. കാരണം അവർ വലിയ രീതിയിൽ തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുകയാണ്. അപ്പൊ അവരത് മത്സരിക്കാതിരിക്കുന്നത് നല്ല കാര്യമാണ്.
കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് പ്രവർത്തിക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് വിജയം നേടാൻ ഈസി ആയിട്ട് കഴിയും. ഈ 140 സ്ഥലത്തും ആളെ കൊണ്ട് നിർത്താതെ അവർ കുറച്ച് സ്ഥലത്ത് ഒരു 40 സീറ്റിലോ 50 സീറ്റിലോ നിർത്തിക്കൊണ്ട് അവിടെ ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ, കാരണം അപ്പോൾ ഇവരുടെ മുഴുവൻ സ്ട്രെങ്തും ഇവർക്ക് ആ മണ്ഡലങ്ങളിൽ അവർക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർക്ക് പോകാൻ കഴിയും. പക്ഷെ അത് പോകാനും കഴിയില്ല, കാരണം വോട്ടിംഗ് ശതമാനം ഒരു നിർണായകമാണല്ലോ. അപ്പൊ എല്ലായിടത്തും മത്സരിച്ചാൽ മാത്രമേ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ പറ്റൂ. ഈ 60-70 സ്ഥലത്ത് മത്സരിച്ച ശതമാനം കൂടില്ല. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തായാലും വളരെ ഇതായിട്ടാണ് പോകുന്നത്. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ച് നമ്മൾ 3-4 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു സൈഡിൽ കപ്പലും മറു സൈഡിൽ ട്രെയിനും പിന്നെ നടുക്ക് ഒരു NH-ന്റെ പടവും ആയിരിക്കും എന്ന് പറഞ്ഞു. അത് അക്ഷരം പ്രതി ഇപ്പൊ അതെ അതെ ശരിയായി. നമ്മൾ അന്ന് പറഞ്ഞത് നമ്മളൊരു തമാശക്കാണ് പറഞ്ഞതെങ്കിൽ പോലും ദേ ഇപ്പോൾ അവരുടെ പുതിയ പോസ്റ്റർ വരുന്നു, ഫ്ലെക്സ്, അദ്ദേഹത്തിന്റെ വാർഷികം പ്രമാണിച്ചുള്ള ഫ്ലെക്സ് വരുന്നു. ആ ഫ്ലെക്സിലൊക്കെ ഈ നാഷണൽ ഹൈവേ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി അതെ നിറഞ്ഞു അതെ നിൽക്കുന്നുണ്ട്. ഈ വന്ദേ ഭാരതോട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വികസനം എന്നുള്ളതായി. കാരണം അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം വിസിബിൾ ആയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ കൊടുക്കാനായിട്ട് ഈ സർക്കാരിന്റെ ഒരു കുന്തവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെയൊക്കെ ഉം. തുറന്നു കാണിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതാണ്. ഇതിനെ BJP എങ്ങനെ കാരണം BJPക്ക് മാത്രമേ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂ. ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന് BJPക്ക് മാത്രമേ പറയാൻ കഴിയൂ. അത് BJP എങ്ങനെ ഉം. മുതലെടുക്കും എന്നുള്ളതാണ് അതിനെ ഇരിക്കുന്നത്. പക്ഷെ BJP ഒപ്പം തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഈ ഭരണവിരുദ്ധ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. ഉം. അതിന് ഇനി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് അനവധി പ്രക്ഷോഭങ്ങൾ സെക്രട്ടേറിയറ്റിൽ അടക്കം അവരുടെ പ്രവർത്തകരെ പറഞ്ഞു വിട്ടുകൊണ്ട് തല്ല് മേടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ആ പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഉം. ഇനിയിപ്പോ ഉം. വരും മാസങ്ങളിലൊക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന്റെ ഒരു വേലിയേറ്റം തന്നെ ആയിരിക്കും എല്ലാ പാർട്ടിയുടെ. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴത്തേക്കും ഇതുവരെ ഇല്ലാത്ത അഴിമതിയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ടോ അതെ കോൺഗ്രസിനോടുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ കൊണ്ടൊന്നും ഉം. കഴിയത്തില്ല, ഇവര് വന്നിട്ടൊരു കാര്യവുമില്ല എന്നൊരു ധാരണയിലേക്ക് വരുന്നു. പിണറായി വിജയൻ എതിരാളി ഇല്ലാത്ത ഒരു തേരാളിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതെ ഭാഗ്യമായിരിക്കാം. ഇല്ലെങ്കിൽ അദ്ദേഹം കാരണം ഇല്ലെങ്കിൽ പഴയ കാലത്തെ കോൺഗ്രസിന്റെ ഒരു സ്ട്രെങ്ത് വെച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ CPM ഉപ്പുവെച്ച കലം പോലെ ആകേണ്ടതാണ്. പക്ഷെ BJP സംബന്ധിച്ച് അവർ ഉം. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഒരു തവണ കൂടി പിണറായി വരണേന്നാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു തവണ കൂടി CPM വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും. ആ ഒരു സ്പേസ് ഉറപ്പായും BJPയുടെ കയ്യിലേക്ക് പോകും. കാരണം പിന്നീട് കോൺഗ്രസിന് ഉം. ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് കേരളത്തിൽ. കാരണം തുടർച്ചയായി 3 ടൈം അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല. അവരുടെ കൂടെ ഉം. ഉള്ള ലീഗ് നേരെ മറുകണ്ഠം ചാടി CPM-നോടൊപ്പം പോകും. അവരുടെ മുന്നണി ഉം. ശിഥിലമാകും. BJP അങ്ങനെ കരുത്ത് ആർജിക്കുകയാണെങ്കിൽ ഇപ്പോ UDF-ലുള്ള ചില ഘടകകക്ഷികളെങ്കിലും RSP അടക്കമുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള ചില ഘടകകക്ഷികളെങ്കിലും NDA മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അത് BJPയെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചർ എന്നുള്ള നിലയിലേക്ക് വളരാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് അതിനുള്ള ടെസ്റ്റ് ഡോസ് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ഈ കേക്ക് കൊടുത്തതിനും അതുപോലെ തന്നെ സ്നേഹ സന്ദേശവും സ്നേഹയാത്രയ്ക്കൊക്കെ ഫലം ചെയ്തോ എന്നുള്ളത് ഉം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അറിയാനും കഴിയും. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.